श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्रया അമ്മയെക്കുറിച്ച് പറയണം. നമ്മൾ മൂകാംബികയിലേക്കുള്ള ക്ഷേത്ര കവാടം നമ്മൾ കയറുമ്പോൾ നമ്മൾ ഇടതുവശത്തായിട്ട് ഒരു വനദേവതാ ക്ഷേത്രമുണ്ട്. എല്ലാവരും അവിടെ ഇറങ്ങി തൊഴുതിട്ടാണ് പോകുന്നത്. അത് അമ്മയുടെ കാവലാണെന്നാണ് പറയുന്നത്. എപ്പോഴും എല്ലാവരും പറയും അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് മൂകാംബികയിൽ ചെന്നെത്താൻ കഴിയുള്ളൂ. അത് സത്യമാണ്. ഈ അമ്മയുടെ അനുഗ്രഹവും കൂടെ വേണം. അവിടുത്തെ അമ്മ ക്ഷേത്രത്തിന്റെ പേര് മാസ്തിഘട്ടെന്നാണ്. അവിടെ നമ്മൾ അവിടെ പോകുമ്പോൾ ഈ മഴ കിട്ടുന്നതും തൊട്ടിൽ ചെലുത്തുന്നതുമാണ്. അവിടുത്തെ പ്രസാദം കൊടുക്കുന്നത് മണ്ണാണ്. അവിടുത്തെ മണ്ണും പിന്നെ അമ്മയ്ക്ക് ഛർദിയ കുങ്കുമവും മഞ്ഞൾ പ്രസാദമൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അവിടുന്ന് നമ്മൾ അവിടെ ശങ്കരാചാര്യര് തപസ്സനുഷ്ഠിക്കാൻ വന്ന സമയത്ത് അവിടെ വിശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് ആ അമ്പലം ആദ്യം ആ അമ്പലത്തിലെ ദേവിയെ ഒന്ന് തൊഴിലിട്ട് വേണം നമ്മൾ മൂകാംബികയിലേക്ക് പോകാൻ. കുറച്ച് അപ്പുറത്തോട്ടാണ് നമ്മുടെ ഒരു ശിവക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂകാംബികയിലേക്ക് എത്തുന്നത്. അമ്പലത്തിനകത്ത് നമ്മൾ കയറുന്നതിന് മുമ്പേ പാപവിമോചനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ സൗവർണിക നദിയിലേക്ക് ഇറങ്ങി ഒന്ന് കുളിച്ച് അവിടെ ഒന്ന് സ്നാനം ചെയ്തിട്ട് വേണം അമ്മയെ കാണാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പോകുന്നവർക്കൊന്നും അത് പറ്റില്ല. പക്ഷെ അല്ലാതെ പറയുന്നത് അവിടെ സൗവർണികയിൽ സ്നാനം ചെയ്യണം. അവിടെ ദിവ്യ ഔഷധങ്ങൾ കൊടുരാത്രിയിൽ നിന്നും അനേക മൃഗസഞ്ജീവി പോലുള്ള അനേക ദിവ്യ ഔഷധങ്ങൾ തട്ടി വരുന്ന പുണ്യമായ തീർത്ഥമാണ് ആ നദിയിലുള്ളത്. സുവർണൻ അറിയാലോ, നമ്മുടെ ഗരുഡസ്വാമിയാണ് വിഷ്ണു ഭഗവാന്റെ പിന്നെ വാഹനം. അപ്പൊ അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് സൗവർണിക എന്ന പേര് ആ തീർത്ഥത്തിന് വന്നത്. എന്തിനാണ് ഗരുഡൻ തപസ് ചെയ്തെന്നറിയാമോ? കശ്യപന്റെ ഭാര്യമാരായിരുന്നു കദ്രുവും വിനിതയും. കദ്രുവിന്റെ മക്കളാണ് നാഗങ്ങൾ, വിനിതയുടെ മക്കളാണ് ഗരുഡസ്വാമി. അപ്പം ഇവർ രണ്ടും കൂടെ ഒരു പന്തയം വെക്കും. പന്തയം വെക്കുമ്പോൾ വിനിതയെ കദ്രു ദാസിയാക്കുന്നു. അപ്പൊ ഈ അമ്മയുടെ ദാസിത്വം മാറുന്നതിന് വേണ്ടി ആണ് ഗരുഡൻ തപസ്സനുഷ്ഠിക്കുന്നത്. അപ്പൊ അമ്മ തപസ്സനുഷ്ഠിച്ച് അപ്പൊ കദ്രുവിന് ചോദിക്കും എന്റെ അമ്മയെ ദാസിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ എന്റെ മക്കളായ നാഗങ്ങൾക്ക് അമരത്വം നൽകുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പൂർണ്ണകുംഭം അമൃത പൂർണ്ണകുംഭം കൊണ്ടുവന്നാൽ മാത്രമേ എന്റെ അമ്മയെ ദാസിത്വത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയൂ. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഗരുഡൻ ദേവിയെ തപസ് ചെയ്തത്. തപസ് ചെയ്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് സ്വർഗത്തിൽ ചെന്ന് പൂർണ്ണകുംഭം പോയെടുക്കാൻ സാധിച്ചു. തിരിച്ച് തന്നെ അദ്ദേഹം അത് തിരിച്ച് ഇന്ദ്രനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിനെ വെച്ചിട്ടാണ് സുവർണന്റെ പേരിന്റെ നാമം സൗവർണിക എന്ന നാമം അവിടെ ഉണ്ടായത്. പിന്നെ കുടജാദ്രിയിലെ കുടജാനെല്ലികൾ കൂടുതൽ ദിവ്യ ഔഷധങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുടജാദ്രി ഇടാനെന്ന് അറിയാം. പിന്നെ രാമായണത്തിലെ ഹനുമാസ്വാമി മൃഗസഞ്ജീവിനി എടുക്കാൻ പോയപ്പോ മല കൂടെ കൊണ്ടുവന്നാണ്. ആ മല ഒരു മല അടർന്നു വീണതാണ് കുടജാദ്രി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മൃഗസഞ്ജീവിനി പോലുള്ള ദിവ്യ ഔഷധങ്ങൾ കുടജാദ്രിയിലുണ്ട്. അവിടുത്തെ ആ പുണ്യ തീർത്ഥമാണ് നമ്മൾ പോയി സ്നാനം ചെയ്യുന്നത്. അത് അപ്പൊ പാപനിവാരണമാണ് ആ സ്നാനത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ അവിടെ ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ പോയി ഭഗവാനെ തൊഴുത് തിരിച്ച് നമ്മൾ അവിടെ ഒരു നാഗ സാന്നിധ്യമുണ്ട്. അത് കഴിഞ്ഞ് തൊഴുത് നമ്മൾ പുറത്തുകൊണ്ട് വരുമ്പോൾ ഗരുഡപൂർവമാണ്. ഗരുഡൻ ഭഗവാൻ ദേവിയെ തപസ് ചെയ്ത സ്ഥലം. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെത്തി. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ബലംപിരി ഗണപതി എന്നാണ്, മുക്തി നൽകുന്ന ഭഗവാൻ എന്നാണ് ഗണപതി. നടയിലെത്തി. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിനെ കുറിച്ച് സ്കന്ദപുരാണത്തില് പറയുന്നുണ്ട്. 1, 2, 3 അധ്യായങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഹാരണ്യപുരം എന്നുള്ള പേരിലാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം സ്കന്ദപുരാണത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ കാരണം മഹാരണ്യപുരം ആയപ്പോൾ അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കഥ ഞാൻ പറയുന്നില്ല. മിക്കവർക്കും മൂകാംബികയുടെ കഥകളെ കുറിച്ചിട്ട് അറിയാം. അപ്പൊ മഹാരണ്യപുരമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം അറിയുന്നത്. മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ് അമ്മ ചണ്ഡികാദേവി മൂകാംബികയായത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അമ്മ കോല മഹർഷിയും പണ്ട് കോല മഹർഷിയാണ് അവിടെ തപസ് ചെയ്തിരുന്നത്. മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ പേരിന്റെ നാമം കൂടെ അവിടെ വേണമെന്ന് പറഞ്ഞാണ്
കോലമോഷണം കോലാകുലമായും അതൊന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഗുരുവായൂരിൽ കാണുമ്പോഴുള്ള ദീപസ്തംഭം അവിടെയുണ്ട്. ആ ദീപസ്തംഭത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ദീപസ്തംഭം കത്തിക്കുന്നതിന് തന്നെ അവിടെ ബുക്കിംഗ് ആണ്, മോക്ഷപ്രാപ്തിയാണ്. അവിടെ 2-3 വർഷം കഴിഞ്ഞാലേ ആ ദീപസ്തംഭത്തിന്റെ കത്തിക്കുന്നതിനുള്ള ബുക്കിങ്ങിനുള്ള കിട്ടുള്ളൂ. അപ്പൊ ദീപസ്തംഭത്തിന് നമ്മൾ ആദ്യം പോകുന്ന ദീപസ്തംഭം കാണാം, പൂർണ്ണമാണ് പീഠ. അതിൽ പിന്നെ നാഗങ്ങള്, അഷ്ടഗജങ്ങള് എന്നൊക്കെ ഉണ്ട്. പിന്നെ മൂലാധാരത്തിന്റെ പ്രതീകമായ ഗണപതി ഉണ്ട്. പത്മത്തിന്റെ സഹസ്രാര പത്മത്തിന്റെ പ്രതീകമായി അവർക്ക് ദീപങ്ങൾ തെളിയിക്കുന്നതാണ്. അപ്പൊ നമ്മള് പിന്നെ ദീപം നമ്മൾ ദീപസ്തംഭത്തിന്റെ അടുത്തെത്തി. അപ്പൊ അവിടെ നമ്മൾ ഇവിടുത്തെ പൂജാരിമാരെ പറയുന്നത് പോലെ അവിടുത്തെ പൂജാരിമാരെ പറയുന്നത് അടികാന്നാണ്, കീഴ്ശാന്തിക്കാരെ പറയുന്നത് ഭട്ടെന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ പിന്നെ അടിക സുബ്രഹ്മണ്യ ഗൈനാണ്. അദ്ദേഹം പറയുന്നത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് മൂകാംബികയെ പോകുമ്പോൾ നേരെ പോയി അമ്മയെ തൊഴരുത്, ഉപദേവന്മാരെ തൊഴിലിട്ട് വേണം അവർക്ക് വരാൻ. അതല്ല, അദ്ദേഹം പറയുന്നത് നേരെ വന്ന് അമ്മയെ തൊഴുന്നതാണ്. കാരണം അമ്മയെ തൊഴുതിയതിനു ശേഷമാണ് നമ്മൾ ഉപദേവന്മാരെ തൊഴിലേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അകത്ത് നമ്മൾ ജ്യോതിർമയ ലിംഗമാണ്, നമ്മുടെ വിദുമ ലിംഗത്തിലെ ജ്യോതിർമയ ലിംഗമാണ് മൂകാംബിക ക്ഷേത്രത്തിനകത്ത് കാണുന്നത്. ഒരു വശത്ത് മഹാകാളിയും മഹാസരസ്വതി മഹാലക്ഷ്മി ദേവിയുടെ സൗന്ദര്യമുള്ള ദേവീഭാവവും, ഇപ്പുറത്ത് മഹാദേവൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ 33 കോടി ദേവന്മാരാണ് വലത് ഭാഗത്ത്. അപ്പോൾ അങ്ങനെ കൂടുതൽ സാന്നിധ്യം അമ്മയ്ക്കാണ്. അതിന്റെ നടുവിൽ കൂടെ ഒരു സുവർണരേഖയാണ്, സ്വർണ്ണരേഖ. ആ സ്വർണ്ണരേഖയുടെ ബിന്ദുവിലാണ് ആണ് അമ്മ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശങ്കരാചാര്യര് സർവജ്ഞ പീഠമെല്ലാം കിട്ടിയിട്ട് ഈ കുടജാദ്രിയും മൂകാംബികയും എല്ലാം ഒരു സ്ഥലമായിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇതിന് കുറെ പരിഷ്കാരങ്ങൾ വന്നിട്ടാണ് കുടജാദ്രി ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത്. അപ്പൊ ശങ്കരാചാര്യന് വന്നപ്പോൾ ഇവിടെ ഒരു ലിംഗമുണ്ട്. അത് ഏതാണ്, ശിവനാണോ ദേവിയാണോ അറിയുന്നതിന് വേണ്ടി അദ്ദേഹം തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ശംഖ് ചക്ര വരദ അഭയ ഹസ്തങ്ങളോടുകൂടി അമ്മ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു.